ആഗോള അയ്യപ്പ സംഗമത്തിൽ UDF പങ്കെടുക്കില്ല. ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന് അനുകൂലമായ സത്യവാങ്മൂലം പിൻവലിക്കുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ സർക്കാരിന് മുന്നിൽ വെച്ച് തന്ത്രപരമായ നിലപാടാണ് UDF സ്വീകരിച്ചത്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അയ്യപ്പ സംഗമവുമായി സർക്കാർ വരുന്നത് രാഷ്ട്രീയ കാപട്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തുറന്നടിച്ചു. ബഹിഷ്കരിക്കില്ല, പക്ഷേ സഹകരിക്കുമോ എന്ന ചോദ്യത്തിന് സർക്കാരിന് മുന്നിൽ മറു ചോദ്യങ്ങളാണ് UDFന്റെ ഉത്തരം. 1. യുവതീ പ്രവേശനത്തിന് അനുകൂലമായ സത്യവാങ്മൂലം തിരുത്തുമോ? 2. ശബരിമല പ്രക്ഷോഭകാലത്തെ കേസുകൾ പിൻവലിക്കുമോ? 3. ശബരിമല വികസനത്തിന് ചെറുവിരൽ അനക്കാത്ത സമീപനം തിരുത്തുമോ? ഇതിനെല്ലാം ഉത്തരം പറഞ്ഞ ശേഷം ക്ഷണിച്ചാൽ മതിയെന്നാണ് UDF നിലപാട്. ഞങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് സർക്കാരും മറുപടി പറയട്ടെ. ബഹിഷ്കരണമൊന്നും പങ്കെടുക്കുകയില്ല എന്നുള്ളത് അപ്രസക്തമായ കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, അവിടെ നടക്കുന്ന രാഷ്ട്രീയ സമ്മേളനമാണോ ബഹിഷ്കരിക്കുകയോ സമ്മേളനം നടത്താൻ? അതിൽ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. ഇത് വർഗീയവാദികൾക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയാണ് ഇവർ ചെയ്യുന്നത്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയുള്ള കാപട്യമാണ് സർക്കാരിൻ്റെതെന്നും UDF കുറ്റപ്പെടുത്തി. 9 കൊല്ലമായിട്ടില്ല, 10ാമത്തെ കൊല്ലം പെട്ടെന്നൊരു അയ്യപ്പനോടുള്ള ഒരു ഭക്തി, അത് എവിടെ നിന്നാണ് അത് ഉറവെടുത്തതെന്ന് നമ്മൾ അറിയണ്ടേ? പങ്കെടുക്കാനുള്ള സാമുദായിക സംഘടനകളുടെ തീരുമാനത്തെ UDF ചോദ്യം ചെയ്യില്ല. സർക്കാർ വിശ്വാസികളെ പരിഹസിക്കുന്നു എന്ന വാദം കൂടി ഉയർത്തിയാവും UDF പ്രതിരോധം. UDF നിലപാടിനെ സർക്കാർ തള്ളിക്കളഞ്ഞു. ആ രാഷ്ട്രീയം അവർ ചോദിക്കട്ടെ. ഇപ്പോൾ ഏതായിരുന്നാലും ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ ചർച്ച ചെയ്യുന്ന പ്രശ്നം വികസനത്തിൻ്റെതാണ്. മറ്റേ വിഷയം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുമ്പിൽ റിവ്യൂ പെറ്റീഷൻ അയക്കുന്ന വിഷയമാണ്. മീഡിയ 1 തിരുവനന്തപുരം.